Hi friends, welcome to English Shorthand. Today's topic is diphthongs. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിപ്തോങ്സിനെ കുറിച്ച് കവർ ചെയ്യാൻ പോണ്. എന്താണ് ഡിപ്തോങ്സ്? ഡിപ്തോങ്സ് ടു വവൽ സൗണ്ട് ഇൻ വൺ സിലബിൾ. എന്താണ്? രണ്ട് വവൽസ് ആണ്. നമ്മൾ 12 വവൽസ് ഉണ്ട്. ആ 12 വവൽസിൽ 2 വവൽസ് ഒരുമിച്ച് വരുന്ന ആ ഒരു സൗണ്ടാണ് ഡിപ്തോങ് എന്ന് പറയുന്നത്. There are 3 common diphthongs. നമ്മുടെ ഷോർട്ട് ഹാൻഡിൽ 4 കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡിപ്തോങ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഐ. ഐ എങ്ങനെ റൈറ്റ് ചെയ്യാം? എബവ് ദ ലൈൻ ഫസ്റ്റ് പ്ലേസ്. എബവ് ദ ലൈനിൽ ഫസ്റ്റ് പ്ലേസ് ആയിട്ട് ഐ എന്നുള്ള ഡിപ്തോങ് റൈറ്റ് ചെയ്യും. ഐ എന്നുള്ള ഡിപ്തോങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ. ഇതാണ് ഐ. ഓക്കെ. സെക്കൻഡ് വൺ ആണ് ഓ. ഓ എന്നുള്ളത് എങ്ങനെ റൈറ്റ് ചെയ്യുക? കട്ട് ദ ലൈൻ ആൻഡ് തേർഡ് പ്ലേസ്. കട്ട് ദ ലൈനായിട്ട് തേർഡ് പ്ലേസിലാണ് റൈറ്റ് ചെയ്യേണ്ടത്. ഓ തേർഡ് പ്ലേസ് ആയിട്ട് വരും. കട്ട് ദ ലൈൻ തേർഡ് പ്ലേസ്. സ്ട്രോക്കിൻ്റെ കർവിൻ്റെ തേർഡ് പ്ലേസിൽ റൈറ്റ് ചെയ്യണം. ഇനി തേർഡ് വൺ ഓയ്. ഓയ് എബവ് ദ ലൈൻ ഫസ്റ്റ് പ്ലേസ്. ഓയ് എന്നുള്ളത് എബവ് ദ ലൈൻ, ലൈനിൻ്റെ മുകളിലായിട്ട് ഫസ്റ്റ് പ്ലേസിൽ ഓയ്. ഓയ് എന്നുള്ള സിമ്പിൾ ഇങ്ങനെയാണ്. ഈ ഡിപ്തോങ് ഇങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഫോർത്ത് വണ്ണ് യു. കട്ട് ദ ലൈൻ തേർഡ് പ്ലേസ്. ലൈനിൻ്റെ കട്ട് ചെയ്തിട്ടോ തേർഡ് പ്ലേസ് ആയിട്ട്. ഇതാണ്. ഇത് ഇപ്പോൾ ഐ. ഐ എന്നുള്ള ഡിപ്തോങ്സിൽ 2 വേർഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ആ, ഇ. 2 വേർഡ്സ് അതാണ് ഐ. ഇങ്ങനെ 2 വേർഡ്സ് ഒന്നുകൊണ്ടാണ് ഐ എന്ന് പറഞ്ഞത്. ഔ. ഔ എന്നുള്ളത് ഈ ഡിപ്തോങ്സിൽ ഇതുപോലെ 2 വേർഡ്സ് ഉണ്ട്. അതേതാണ്? ആ, ഓ. നമ്മുടെ തേർഡ് പോലെ ഓയ്. ഓയിലും 2 വേർഡ്സ് ഉണ്ട്. ആ, ഓയ്. എന്താ 2 വേർഡ്സ് ഉണ്ട്. യു. ഈ, യു. ഈ 2 വവൽസ് ഉണ്ട്. കണ്ടോ? ഐ 2 സൗണ്ട് ഉണ്ട്, 2 വവൽസ് ഉണ്ട്. ഓയിൽ 2 സൗണ്ട് ഉണ്ട്. ഓയിൽ 2 സൗണ്ട് ഉണ്ട്. ഓയിൽ 2 സൗണ്ട് ഉണ്ട്. യുവിൽ 2. ഇത് ഇങ്ങനെ 2 വവൽസ് കൂടിച്ചേർന്നതിനെയാണ് ഷോർട്ട് ഹാൻഡിൽ പറയുന്നത് ഡിപ്തോങ്സ് എന്ന് പറയുന്നത്. ഈ ഡിപ്തോങ്സ് നമ്മളൊരു വേർഡ് റൈറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ഡിപ്തോങ്സ് ഷോർട്ട് ഹാൻഡിൽ പുട്ട് ചെയ്യേണ്ടത്. ഐ എന്ന് ചെയ്യുമ്പോൾ എബവ് ദ ലൈനായിട്ടും, ഔ എന്ന് റൈറ്റ് ചെയ്യുമ്പോൾ കട്ട് ദ ലൈൻ തേർഡ് പ്ലേസ് ആയിട്ടും, ഓ എന്ന് റൈറ്റ് ചെയ്യുമ്പോൾ എബവ് ദ ലൈൻ ഫസ്റ്റ് പ്ലേസ് ആയിട്ടും, യു എന്ന് റൈറ്റ് ചെയ്യുമ്പോൾ കട്ട് ദ ലൈൻ തേർഡ് പ്ലേസ് ആയിട്ടും. ഇനി ഇത് നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഫ്രൈസ് ഉണ്ട്. ഫ്രൈസസ് ടു ലേൺ ഡിപ്തോങ്. അതാണ് ഐ നൗ എൻജോയ് മ്യൂസിക്. വേണ്ട, ഈ ഒരു ഫ്രൈസ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് എളുപ്പമായി. ഐ നൗ ഔ, എൻജോയ് ഓയ്, മ്യൂസിക് യു. ഈ ഒരു ഫ്രൈസ് കാണാപ്പാടായിട്ട് ബൈ ഹാർട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമായി. ഐ നൗ എൻജോയ് മ്യൂസിക്. ഇതാണ് ഡിപ്തോങ്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഡിപ്തോങ്സിനെ പറ്റിയിട്ട് താഴെ ഞാൻ എക്സാമ്പിൾസ് റൈറ്റ് ചെയ്യാം. അപ്പോൾ ഈ എക്സാമ്പിൾസിൽ കൂടെ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും ഡീപ്പായിട്ട് ഇതെങ്ങനെയാണ് ഒരു വേർഡ് വരുമ്പോൾ റൈറ്റ് ചെയ്യേണ്ടത് ഡിപ്തോങ്ങുകൾ. അപ്പോൾ ഇത് ഞാൻ 2 രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഐ ഓയ് അത് എങ്ങനെയെന്ന് റൈറ്റ് ചെയ്യുക? എബവ് ദ ലൈനായിട്ട് റൈറ്റ് ചെയ്യേണ്ടത്. ഇത് കട്ട് ലൈനായിട്ട് റൈറ്റ് ചെയ്യേണ്ടത് ഔ യു. 2 സെപ്പറേറ്റ് വെച്ചിട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തുടങ്ങാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റ് ടൈ.
ടി എന്നുള്ള കോൺസനൻറ്റ് ഐ എന്ന് വരുമ്പോൾ ടി എന്നുള്ള കോൺസനൻറ്റ് എബവ് ദ ലൈനായിട്ട് റൈറ്റ് ചെയ്യാം. എന്നിട്ട് ഡിപ്തോങ് പ്ലേസ് ചെയ്ത് വെക്കുക. ടൈ. സെക്കൻഡ് വണ്ണാണ് ടൈം. ടൈം എന്നുള്ള ഒരു ഐ എന്ന് വന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോൺസനൻറ്റ് ടി ഫസ്റ്റ് ഔട്ട്ലൈൻ റൈറ്റ് ചെയ്യുന്നു. എബവ് ദ ലൈനായിട്ട് ഐ എന്നുള്ള ഡിപ്തോങ് പുട്ട് ചെയ്യുന്നു. പൈൽ. പൈൽ എങ്ങനെ ഐ എന്ന ഡിപ്തോങ് വന്നു. അപ്പോൾ നമ്മൾ എബവ് ദ ലൈനായിട്ട് കോൺസനൻറ്റ് റൈറ്റ് ചെയ്യുന്നു. ഡിപ്തോങ് ഫസ്റ്റ് പ്ലേസിൽ പുട്ട് ചെയ്യുന്നു. ഡൈ. ഡൈ എന്നുള്ള ഡി എന്നുള്ള കോൺസനൻറ്റ് ഡാർക്ക് അപ് ടു ഡൗൺ ആയിട്ട് റൈറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് പ്ലേസിൽ പുട്ട് ചെയ്യുന്നു. മനസ്സിലല്ല? ഐ എന്നുള്ള പോലെ വന്നപ്പോൾ അത് സെയിം പ്രോസസ്സ് തന്നെയാണ്. ഓ എന്ന് വരുമ്പോൾ ബോയ്. ബോയ് എന്ന് എങ്ങനെയാണ് വന്ന് ബി എന്ന് റൈറ്റ് ചെയ്യുക. എബവ് ദ ലൈനായിട്ട് ഫസ്റ്റ് പ്ലേസിൽ ഓ എന്നുള്ള ഡിപ്തോങ് പ്ലേസ് ചെയ്യും. ടോയ്. ടോയ് എന്നുള്ള എങ്ങനെ ടി എന്നുള്ള കോൺസനൻറ്റ് എബവ് ദ ലൈനായിട്ട് റൈറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് പ്ലേസിൽ ഓ എന്നുള്ള ഡിപ്തോങ് പ്ലേസ് ചെയ്യാം. നെക്സ്റ്റ് ടോയിൽ. ടോയിലും ടോയിൽ എങ്ങനെ ടി എന്നുള്ള കോൺസനൻറ്റ് എബവ് ദ ലൈനായിട്ട് പ്ലേസ് ചെയ്ത് എൽ ടോയിൽ. ബോയിലർ. ബോയിലറും കോൺസനൻറ്റ് ഫസ്റ്റാണ് എബവ് ദ ലൈനായിട്ട് പ്ലേസ് ചെയ്യുന്നു. ബോയിലർ. ഓയ്. എന്താ ഓയ്. എൻജോയ്. ഇനി കട്ട് ദ ലൈനും തേർഡ് പ്ലേസ് ആയിട്ടും ചെയ്യേണ്ട വേർഡ്സുകളാണ്. താഴെ കുറച്ച് വേർഡ്സ് ഉണ്ട്, അത് നമ്മൾ എങ്ങനെ റൈറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. കൗ. കൗ എന്ന് എങ്ങനെ റൈറ്റ് ചെയ്യാം? കെ എന്നുള്ള കോൺസെൻട്രേറ്റ് റൈറ്റ് ചെയ്യുന്നു. ഔ എന്നുള്ള ഡിപ്തോങ് പ്ലേസ് ചെയ്യുന്നു. കൗച്ച്. കെ എച്ച് കട്ട് ലൈനായിട്ട് റൈറ്റ് ചെയ്യുന്നു. കെയുടെ തേർഡ് പ്ലേസിൽ കൗച്ച്. മൗത്ത്. എം എന്നുള്ള കോൺസനൻറ്റ് റൈറ്റ് ചെയ്യുന്നു. ഇത് കട്ട് ലൈനായിട്ട് മൗത്ത്. ഔ. ടൗ. ടി എന്നുള്ള കോൺസനൻറ്റ് റൈറ്റ് ചെയ്യുന്നു. ഔ എന്നുള്ള ഡിപ്തോങ് പ്ലേസ് ചെയ്യുന്നു. ഡ്യൂട്ടി. ഡി ടി. അത് നമുക്ക് മനസ്സിലാക്കണം. ഡി എന്നുള്ള ഡാർക്കും ടി എന്നുള്ളത് ലൈറ്റുമാണ്. അപ്പോൾ ഡി കഴിഞ്ഞിട്ട് തേർഡ് പ്ലേസ് ആകുമ്പോൾ നെക്സ്റ്റ് കോൺസനൻറ്റിൻ്റെ ബിഫോർ യു എന്നുള്ള കോൺസനൻറ്റ് പ്ലേസ് ഡിപ്തോങ് പ്ലേസ് ചെയ്യുന്നു. ടി ഇ എന്നുള്ളതും പ്ലേസ് ചെയ്യുന്നു. മൂൾ. കട്ട് ലൈനായിട്ട് ഔട്ട്ലൈൻ റൈറ്റ് ചെയ്ത് ഡിപ്തോങ് പ്ലേസ് ചെയ്യുന്നു. പ്യൂ. പി എന്നുള്ള കോൺസെൻട്രേറ്റ് റൈറ്റ് ചെയ്യുന്ന യു ജോയിൻ ഡിപ്തോങ് ആയിട്ട് റൈറ്റ് ചെയ്യുന്നു. ബ്യൂട്ടി. ബി എന്നുള്ള കോൺസനൻറ്റ് ടി ഡിപ്തോങ് ഡോട്ട്. ജോയിൻ ഡിപ്തോങ്സ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ജോയിൻ സ്ട്രോക്ക് കവർ ചെയ്തിരുന്നില്ല. ജോയിൻ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ 2 സ്ട്രോക്കോ കർവോ ജോയിൻ്റ് ആയിട്ട് റൈറ്റ് ചെയ്യുന്ന രീതി. അതിൻ്റെ ഒരു സെയിം പാർട്ടാണ് ജോയിൻറ്റ് ഡിപ്തോങ്സ് എന്നുള്ളത്. ഇറ്റ് മേ ബി ജോയിൻ ടു ദ കോൺസനൻറ്റ് ഇൻ മെനി വേർഡ്സ്. കുറേ വേർഡ്സുകൾ റൈറ്റ് ചെയ്യുന്ന സമയത്ത് കർവോ സ്ട്രോക്ക് കൂടെ ജോയിൻ ചെയ്തിട്ട് ഡിപ്തോങ് വരും. അതാണ് ഈ ജോയിൻ ഡിപ്തോങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എക്സാമ്പിൾ റൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ് എന്നുള്ളത്. എക്സാമ്പിൾ ഞാൻ ഉദാഹരണം പറയാം.
ഐറ്റം. ഈ ഐറ്റം എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഐറ്റം ഇങ്ങനെ എഴുതിയ റോങ്ങാണ്. ഈ ജോയിൻ സ്ട്രോക്കിൽ ഡിപ്തോങ് ജോയിൻ ചെയ്തിട്ട് തന്നെ വേണം. നമ്മളൊരു വേർഡ്സിൽ വരുമ്പോൾ ഡിപ്തോങ് ജോയിൻ ചെയ്തിട്ട് വരാം. സെപ്പറേറ്റ് ആകുമ്പോൾ അത് വേറെ വേർഡായിട്ട് മീൻ ചെയ്യും. മനസ്സിലായില്ലേ? ഐഡിയൽ. എബവ് ദ ലൈൻ ഫസ്റ്റ് പ്ലേസ് ആയിട്ട് പുട്ട് ചെയ്യുന്നു. ഐസ്. ഐസ് ഇങ്ങനെ ഐ എന്ന് വരുമ്പോൾ എബവ് ദ ലൈന് ഫസ്റ്റ് പ്ലേസ്. ഐസ്. അയാം. അയാം അയാം എങ്ങനെ റേറ്റ് ചെയ്യണ്ട? അയാം. ഈ അയാം എന്നൊക്കെ വരുമ്പോൾ ഇങ്ങനെയാണ് റേറ്റ് ചെയ്യുന്നത്. ഉദാഹരണം ഇപ്പോൾ ഐ വിൽ. ഐ വിൽ എന്ന് വരുമ്പോൾ ഐ വിൽ ഇങ്ങനെയാണ് നമ്മൾ റേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പോൾ നൗ. നമുക്കിത് നൗ എന്ന് ഇങ്ങനെ റേറ്റ് ചെയ്യാം. ബൗ. ഓയിൽ. ഓയിലിനാകുമ്പോൾ അത് ഫസ്റ്റ് പ്ലേസ് ആണ്. എബവ് ദ ലൈൻ ഫസ്റ്റ് പ്ലേസ്. ഓയിൽഡ്. ഡ്യൂ. ഡ്യൂ വരുമ്പോഴോ തേർഡ് പ്ലേസിൽ വവൽ പ്ലേസ് ചെയ്യണം കട്ട് ദ ലൈനായിട്ട്. ഡ്യൂ. മാത്യു. ഇത് ഞാൻ നമുക്ക് സെലക്ട് ചെയ്യാൻ കാരണം മാത്യു. ഇത് യു എന്ന് വരുമ്പോൾ കട്ട് ദ ലൈന് റൈറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. നമ്മളെ ഷോർട്ട് ഹാൻഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വവൽ ഒരു വേർഡിൻ്റെ ഫസ്റ്റ് വരുന്ന വവലിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ വേർഡിൻ്റെ പൊസിഷൻ പ്ലേസ് ചെയ്യുന്നത്. ഇപ്പം മാത്യു എ എന്ന് വരുന്നത് ആ എന്നുള്ള വവലാണ്. ആ എന്നുള്ള വവൽ ഫസ്റ്റ് പ്ലേസാണ്. ഫസ്റ്റ് പ്ലേസിലാവുമ്പോൾ നമ്മളെ വേർഡ് അഥവാ സ്ട്രോക്ക് എബവ് ദ ലൈനായിട്ട് റൈറ്റ് ചെയ്യണം. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കുക. നെക്സ്റ്റ് ആണ് ഇഷ്യൂ. 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 ആർഗ്യൂ. ആർഗ്യൂ എന്നുള്ളത് റൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോ. കണ്ട ഇവിടെ എ എന്നുള്ള വവല് ആ എന്നുള്ള വവല് ഫസ്റ്റ് പ്ലേസ് വന്നുകൊണ്ട് അതിനാണ് അതാണ് വേണ്ടത്, റൈറ്റ് ചെയ്യേണ്ടത്. പ്രയോറിറ്റി അല്ല, അങ്ങനെയാണ് റൈറ്റ് ചെയ്യേണ്ടത്. ആർഗ്യൂ. യു എന്നുള്ളത് ലാസ്റ്റ്. ന്യൂ. വാല്യൂ. വാല്യൂ റൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടോ വാല്യൂ. നമ്മൾ ഈ ഒരു വവലിൻ്റെ ഫസ്റ്റ് പ്ലേസാണ്. ഈ ഒരു വവൽ ഫസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് എബവ് ദ ലൈന് ആയിട്ട് ഔട്ട്ലൈൻ റൈറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഡിപ്തോങ് കവർ ചെയ്തു. ജോയിൻറ്റ് സ്ട്രോക്ക് ഡിപ്തോങ് വെച്ചിട്ട് എങ്ങനെ സ്ട്രോക്ക് റൈറ്റ് ചെയ്യുക എന്ന് മനസ്സിലാക്കി തന്നില്ലേ. സ്ട്രോക്ക് ഒരു വേർഡ് എങ്ങനെയാണ് റൈറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വേർഡ്സ് എടുക്കുക, റൈറ്റ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഈ ഡിപ്തോങ്സ് രണ്ട് തരത്തിൽ പ്ലേസ് ചെയ്യണ്ടോ. എബവ് ദ ലൈനും കട്ട് ദ ലൈനും. ടച്ച് ദ ലൈനിൻ്റെ ആവശ്യമില്ല, അതുപോലെ സെക്കൻഡ് പ്ലേസിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി വരാം. താങ്ക് യു.